ഹലോ, ഞാനൊരു പാസ്ത റെസിപ്പിയാണ് ആക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദിവ്യക്ക് വേണ്ടിയിട്ട് ആക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഞാൻ പാസ്തക്ക് വേണ്ടുന്ന പെന്നെ പാസ്തയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഗാർലിക് വേണം. പിന്നെ ഞാൻ റെഡ് സോസ് പാസ്തയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു 5 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. കോൺ ഇതെല്ലാം വേണമെങ്കിൽ ഇട്ടാൽ മതി. വെജിറ്റബിൾസ് ഇട്ടാൽ നല്ലതല്ലേ. വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ പെപ്പർ ഉണ്ട്, ഓറിഗനോ ഉണ്ട്, ചീസ്. പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ്സ് വേവിക്കാൻ വെക്കണം. പാസ്തക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ ആദ്യം പ്യൂരി ആക്കണം. ടൊമാറ്റോ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് വേവിക്കണം. ഞാൻ ഇതിൻ്റെ തോല് കളയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചൂടുള്ള പാത്രത്തിൽ ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. തോല് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ടൊമാറ്റോ എല്ലാം കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്ന് വേഗം നമുക്ക് എടുക്കാൻ പറ്റും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പാസ്ത വെന്തിട്ടുണ്ട്. ഇത് ഡ്രെയിൻ ചെയ്ത വെള്ളം തന്നെ നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഇതിൽ തന്നെ എടുക്കാൻ വേണ്ടി. ഈ പാസ്ത ഉണ്ടാക്കാൻ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും. ഗാർലിക് ഇടുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. കുറച്ച് കോണും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ചെറുങ്ങനെ ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മൈദ ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇനി എൻ്റെ ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ മിക്സിയിൽ കുറച്ച് പാസ്ത വേവിച്ച വെള്ളം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം തിളക്കാൻ വെക്കാം. കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓറിഗനോ ചേർക്കാം. ഒരു ഇറ്റാലിയൻ ഫ്ലേവറെല്ലാം കിട്ടണമെങ്കിൽ ഓറിഗനോ തന്നെ ചേർക്കണം. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ഇടാം. ഇതിന്റെ ഗ്രേവിയെല്ലാം നല്ല തള വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. സോ നല്ല യമ്മി ആയിട്ടുള്ള പാസ്ത റെഡിയാണ്.